അങ്ങനെ നമുക്ക് കിട്ടി കുനാഫ ചോക്ലേറ്റ്. കുനാഫ ചോക്ലേറ്റ് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തെ ഫില്ലിംഗ് ആണല്ലോ അതിൻ്റെ മെയിൻ. അപ്പോൾ ആ ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ഉണ്ടായിട്ട് അതിൻ്റെ പുറത്ത് വേഫർ പോലെ വന്ന് അതിൻ്റെ പുറത്ത് ചോക്ലേറ്റ് കോട്ടിങ് വന്ന് അതിൻ്റെ പുറത്ത് പിസ്താഷ്യോയുടെ കോട്ടിങ് വരുന്ന ചോക്ലേറ്റ്, അതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അത് ചെറിയ പാക്കറ്റ് വരും, നമ്മൾ പടം കാണാം. അപ്പോൾ അതും അനിയൻ കൊണ്ടുവന്നായിരുന്നു, അവൻ കൊണ്ടു തന്നാണ് എനിക്കിത് കേട്ടോ. പക്ഷേ എല്ലാവരും ഈ ഓപ്പണിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ബാറായിട്ട് ഒരെണ്ണം കൈ കിട്ടിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ അവനത് സാധിച്ചു തന്നു, അതിനൊരുപാട് സന്തോഷം. അവൻ കൊണ്ടുവരുമെന്നൊന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല കേട്ടോ. അപ്പോൾ അവ കൊണ്ടുവന്നതിൽ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം മാറ്റി വെച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ ഞങ്ങളത് ഓപ്പൺ ചെയ്തു. ഇതിന് ഒരുപാട് വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്രേസാണല്ലോ ആളുകൾക്ക് ഇതിനോട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ചോക്ലേറ്റ്, പുറത്ത് കോട്ടിങ്, അതിനകത്ത് ചെറിയ ഫില്ലിങ്ങാണ് വന്നേക്കുന്നത്. ഒരു 100 ഗ്രാമിൻ്റെ ചോക്ലേറ്റ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാർ തന്നെയാണ്. അപ്പം ഇതിന് പക്ഷേ എനിക്ക് ചെറിയ ബാറായിട്ടുള്ളതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. പിന്നെ ചോക്ലേറ്റ് എന്ന് എഴുതി കാണിച്ചാൽ തന്നെ ബദ്രിക്കൂട്ടനൊരാശ്വാസമാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരോട്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ആദ്യം കഴിച്ചാൽ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ എല്ലാം അവനത് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നക്കാരനൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ 3 പേരോട് ഷെയർ ചെയ്തൊക്കെ എടുത്തു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദ്രിക്കുട്ടന് സ്കൂളിൽ പോകുന്ന ദിവസം ഭയങ്കര തിരക്കായിരിക്കും. 7:50 ആകുമ്പോൾ ബദ്രിക്കുട്ടന് പോകണം. ഞാൻ എണീറ്റ് ചെയ്ത് കൊടുത്തിട്ടൊന്നും അവന് പോകാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞുള്ളതുകൊണ്ട് അവൻ്റെ ഉറക്കം കൂടെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ആകുമ്പോൾ ഇടിയപ്പത്തിന് കുഴച്ചത് കൊഴുക്കട്ടയുടെ പരുവമായിപ്പോയി. ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്കത് പിന്നെ വൈകിട്ടത്തേക്ക് കൊഴുക്കട്ടയാക്കാം. അങ്ങനെ രാവിലെ പിന്നെ ബദ്രിക്കുട്ടന് പിന്നെ പുട്ടെടുത്തു. പുട്ടും മുട്ടക്കറിയായിരുന്നു. ഇടിയപ്പത്തിന് വേണ്ടി മുട്ടക്കറി വെച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങളത് കൂട്ടി കഴിക്കാമെന്ന് കരുതി അവന് കൊടുത്ത് വിട്ടിട്ട്. ചിരട്ടപ്പൂട്ടിൻ്റെ നമ്മളെപ്പോഴും മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെപ്പോഴും ഞാൻ ചിരട്ടപ്പൂട്ട് കാണിക്കുമ്പോൾ നിങ്ങളോട് പറയണമെന്നൊരു കാര്യം വിചാരിക്കും. ഈ ഏതായിരുന്നു പിട്ടാപ്പിളിലാണോ എന്നറിയില്ല, പിട്ടാപ്പിളിലല്ലെന്ന് തോന്നുന്നു, നന്ദലത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ ഓഫർ വന്നപ്പോൾ നമ്മുടെ മേളത്തെ വീട്ടിലെ ചേച്ചിയും അമ്മയെ വിളിച്ചിട്ട് പോയി. അമ്മയോട് പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് വരണേന്ന് പറഞ്ഞ് അമ്മയും കൂടെ പോയിട്ട് കുറേ ഓഫറിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഓഫർ ഒന്നും വാങ്ങിക്കാൻ പോകരുത്, ശരി ചിലതൊക്കെ കംപ്ലൈൻ്റ് ഉള്ളതായിരിക്കും, അഴുക്കായിരിക്കും. ഈ ബോച്ചയുടെ ഒരു കുക്കറുണ്ടായിരുന്നു, ബോച്ചയുടെ കമ്പനിയുടെ കുക്കർ. സത്യസന്ധമായിട്ട് പറയാമല്ലോ, കാശിനും കർമ്മത്തിനും കൊള്ളാത്ത പ്രോഡക്റ്റാണ് കേട്ടോ. അതിന് ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ കണ്ടാൽ പോലും മേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓപ്പണായിട്ട് പറയുന്നതിന് എനിക്കൊരു മടിയില്ല. ഒരു പൊളി കുക്കറായിപ്പോയി. 500 രൂപ കൊണ്ട് ആയതേ ഉള്ളൂ. പിന്നെ അതിപ്പം നമ്മൾ ചിരട്ടപ്പൂട്ട് വെക്കാനുള്ള നമ്മുടെ ബേസായിട്ട് നമ്മളങ്ങ് ഉപയോഗിക്കുക, അതേ ഉള്ളൂ. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ്, സാമ്പാറും പച്ചടിയും പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. വെള്ളരിക്ക പച്ചടി കേട്ടോ. വെള്ളരിക്ക നമുക്ക് നമ്മുടെ വീട്ടിൽ മേളത്തെ ചേച്ചി നമുക്ക് തന്നതാണ്, അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായത്, അതുകൊണ്ട് നല്ലതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാവിലത്തെ മാവ് ഞാൻ വെളിയിൽ തന്നെ വെച്ചിരുന്നു. ചെറിയൊരു പുളിപ്പ് പോലെ വന്നു. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ പുളിപ്പ് പോലെ വന്നുകൊണ്ട് കൊള്ളത്തില്ലേ എന്ന്. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഫില്ലിങ്ങിന് സാധാരണ കരിപ്പൊട്ടിയും ശർക്കരയൊക്കെ എടുക്കുന്നു. ഈ പ്രാവശ്യം പഞ്ചസാരയും തേങ്ങയും ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി പരത്തി അങ്ങോട്ട് വെച്ചു. കാരണം പ്രത്യേകം വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല, കൈയൊന്ന് നനയ്ക്കാൻ വേണ്ടി മാത്രം വെള്ളം എടുത്തതേ ഉള്ളൂ. അതങ്ങോട്ട് എടുത്ത് വെച്ചു. കാരണം ബദ്രിക്കുട്ടന് പൊതുവേ ഈ മധുരത്തോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അവൻ കഴിക്കുമോ എന്നൊക്കെ ഞങ്ങൾക്ക് സംശയമായിരുന്നു, കാരണം വൈകുന്നേരം ആയല്ലോ. സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. പിന്നെ അമ്മയുടെ ഒരു കോഫി, അതെന്നൊന്നും ഞാൻ കുടിക്കത്തില്ല. അമ്മ ജീരകവും ഉലുവയും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു പൊടിയൊക്കെ ഇട്ട് നല്ലതായിട്ട് കോഫി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അമ്മ എനിക്കൊരു കട്ടൻ കാപ്പി ഇട്ട് തന്നു. അമ്മയ്ക്ക് കട്ടൻ ചായ എപ്പോഴും വൈകിട്ട് കഴിക്കും. അപ്പോൾ അമ്മ കാപ്പി നിർത്തി, കാപ്പി കൂടി അമ്മയ്ക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ വൈകിട്ടൊരു മഴയൊക്കെ ഉണ്ട്, എനിക്കൊരു തൊണ്ടയ്ക്കൊരു ചെറിയ വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു കാപ്പി വേണമെന്ന് പറഞ്ഞപ്പം അമ്മ ഇട്ട് തന്നാ കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു. അത് പോയപ്പോഴത്തേക്ക് കൊഴുക്കട്ടയൊക്കെ വെന്ത് കേട്ടോ. നല്ല ചൂട് കൊഴുക്കട്ട, എന്തൊരു സോഫ്റ്റ് ആയിരുന്നെന്ന് അറിയാമോ. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു. എന്തായാലും ഇങ്ങനെ പുറത്ത് വെച്ചിരുന്നതുകൊണ്ട് മാവ് നല്ല സോഫ്റ്റുമായി, നല്ല സോഫ്റ്റ് കൊഴുക്കട്ടയായിരുന്നു. ഈ മധുരം വേണ്ടാത്ത ആളാണ് 3 കൊഴുക്കട്ട തിന്നത്. അപ്പോൾ അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഇങ്ങനത്തെ കൊഴുക്കട്ട വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് പിന്നെ ചോറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കരിഞ്ചേളം മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൂടെ വറുത്തു. അങ്ങനെ അതൊക്കെ കൂടി ഇവിടെ വറക്കുന്ന മീനിനാണ് കൂടുതൽ പിടിച്ചു കറി, അതുകൊണ്ട് തന്നെ അതങ്ങനെ വറുത്തെടുത്തു. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരുടെയും ഓണമൊരുക്കങ്ങളൊക്കെ എന്തായി? മഴയുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും കാണുന്നവരേക്കും ബൈ ബൈ.